കൊടിയ ദുഃഖത്തിൻ്റെ ഭർത്തൃവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. കാര്യം എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങൾ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളുണ്ടല്ലോ, മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണാതെ കണ്ട ഒരനുഭവമാണ്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 Corinthians 15:26. മരണമെന്ന അവസാന ശത്രുവും ക്രിസ്തുവിന്റെ പുറത്തുള്ള മരണമാണ്. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അടിപൊളി. ആര്? ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ, മരണം നശിപ്പിക്കപ്പെട്ടില്ലേ. ദൈവം സമസ്തവും അധീനമാക്കി. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിന് അധീനമാക്കി. അതാണ് സംഭവം. അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ, നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടോ എന്ന് പറയുമ്പോഴും, അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും. അമ്മ പറയും, എനിക്കറിയിക്കേണ്ട ഒരാളെ ഞാൻ അറിയിച്ചു, ഒരു ഡോക്ടർ എന്ന് പറയും. നാട്ടുവർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വേണ്ടത്? ആരാണ്? അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന്, യേശുവാണ് കർത്താവ്. എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരാണെന്നറിയാമോ ഈ ചേടത്തിമാർ ICU വിളിച്ചുകൊണ്ട് പോരണത്? എന്താ കാര്യം? കർത്താവിൻ്റെ നാമം, ദൈവം സമസ്തവും. നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന അതിനെ പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ്. എൻ്റെ ദൈവത്തിലെ പലപ്പോഴും എനിക്ക് നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരാവശ്യമില്ല. ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ വെറുക്കപ്പെട്ട മനുഷ്യരില്ലേ, അതുപോലെ തള്ളപ്പെട്ട മനുഷ്യർ, അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക്. കാര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലും പഞ്ചാരവും പോരാ, ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ. സന്തോഷവും രുചി നമുക്ക് തോന്നും. അപ്പോൾ അഭിരുചി ഉണ്ടാകും. ആധ്യാത്മികത എന്ന് പറയുന്നത്